അപ്പോൾ ഇന്ന് സ്നാപ്സീഡ് യൂസ് ചെയ്ത് 2 ക്രിയേറ്റീവ് ഫോട്ടോ എഡിറ്റിംഗ് ഐഡിയാസ് നോക്കിയാലോ. എന്നാൽ ഒട്ടും സമയം കളയണ്ട, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക സബ്സ്ക്രൈബ് ചെയ്യണോ, ബെൽ നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അവസാനം വരെ കാണാം. ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദൻ നിസാർ. ലെറ്റ്സ് ഇൻട്രോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ആ ഒരു എഡിറ്റിംഗ് ഐഡിയ എന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് സ്റ്റൈലാണ് ഡ്യുവൽ ടോൺ. അതെങ്ങനെ നമുക്ക് സ്നാപ്സീഡ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. അതിനകത്തേക്ക് നിങ്ങൾക്ക് ഏത് ഇമേജിലാണോ ഈ ഒരു ടോൺ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫേസിൽ, ഇപ്പോൾ ഒരു ഫേസ് റിവീൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസിലുള്ള ഡോട്ട്സും കാര്യങ്ങളും ഒക്കെ മാറ്റി നല്ല ക്ലീൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്, അതൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇമേജ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അതിനുശേഷം ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ഒന്നും കൂടി പോവുക. എന്നിട്ട് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലൊരു ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഡബിൾ എക്സ്പോഷർ വഴി നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഈ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഗ്രേഡിയൻറ്റ് ഇമേജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തതാണ് ഈ ഒരു ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ടോണാണോ വേണ്ടത്, ഞാനിപ്പോൾ ഒരു ടീൽ ആൻഡ് ഓറഞ്ച് ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിൻ്റെ ഒരു ഷേപ്പ് വേണ്ടത്, അതായത് സാധാരണയായിട്ട് ഈ ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് പൊസിഷനിലാണ് വരുന്നത്. പക്ഷേ ഞാനിവിടെ ബോട്ടം ആൻഡ് ടോപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അത് നിങ്ങൾ ഇവിടെ കറക്റ്റ് ഒന്ന് കൈകൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ തൊട്ട് താഴെയായിട്ട് കുറച്ച് മോഡുകൾ കാണാൻ പറ്റും. അതിനെയാണ് ബ്ലെൻഡിങ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡാർക്കൺ അങ്ങനെ ഒരുപാട് ലൈറ്റിംഗ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അങ്ങേറ്റത്തായിട്ട് ഓവർലേ എന്ന് പറയുന്ന ഒരു ബ്ലെൻഡിങ് മോഡ് ഉണ്ട്, അതായത് ഓവർലേ. അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക, അതിലൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെടുത്ത ആ ഒരു ഇമേജ് ഈ ഒരു പിക്ചറിൻ്റെ പുറത്ത് അപ്ലൈ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ഈ ഒരു ഒപ്പാസിറ്റി സ്ലൈഡർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഓഫ് കളേഴ്സ് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡ്യുവൽ ടോൺ നിങ്ങളുടെ പിക്ചറിൽ എത്തിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. നിങ്ങൾക്ക് ഏത് വേണോ അത് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ട് ഡ്യുവൽ ടോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എഡിറ്റിംഗ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ക്ലിപ്പിംഗ് മാസ്ക്. ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിലൊരു ടൂളിൻ്റെ നെയിമാണ്. അതായത് ഈ ടൂളിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഷേപ്പോ ഇതിനുള്ളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ഇമേജിനെ ഉള്ളിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഈ സ്നാപ്സീഡ് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇമ്പോർട്ട് ചെയ്ത പോലത്തെ ഒരു ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബ്ലാക്ക് ആയിരിക്കണം. നമുക്ക് ഏത് ഷേപ്പിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റിൻ്റെ ആണോ ഉള്ളിലേക്ക് മാറ്റാനുള്ളത് ആ ഒരു സബ്ജക്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്, സബ്ജക്റ്റ് ഏതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആക്കാൻ പോകുന്നത് അത് വൈറ്റ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു പിക്ചർ ഒന്നേ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ലെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ഒന്നുകൂടെ പോവുക. അത് കഴിഞ്ഞിട്ട് ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വഴി ഏത് ഇമേജാണോ നിങ്ങൾക്ക് ഈ ഷേപ്പിനുള്ളിലേക്ക് ആക്കേണ്ടത് ആ ഒരു ഇമേജ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ കണ്ടതുപോലെ താഴെയായിട്ട് കുറേ ബ്ലെൻഡിങ് മോഡ് ഉണ്ട്. അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഓവർലേ അല്ല, ഡാർക്കൺ. അതിൽ ഡാർക്കൺ എന്ന് പറയുന്ന ആ ഒരു ബ്ലെൻഡിങ് മോഡ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ പിക്ചർ ഇതിനുള്ളിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഒപ്പാസിറ്റി ഒന്ന് ഏകദേശം ഈ ഒരു റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറവും നമ്മൾ ആ ഷേപ്പിനുള്ളിലുള്ളത് കുറച്ചും കൂടി റിവീലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീല് തരുന്നുണ്ട്, നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എവിടെയാണ് ഉപയോഗപ്രദമാകുന്നതെന്ന് വെച്ചാൽ, ഒരു ബർത്ത്ഡേ വിഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് ഒരാൾക്ക് അയക്കണം, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു ടെക്സ്റ്റ്, ഒരു നോട്ട്സ് എന്തെങ്കിലും ഒന്ന് ചെറിയ അക്ഷരത്തിലൊന്ന് താഴെ ബോട്ടം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിനുള്ളിലായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ആ ഒരു വ്യക്തിയുടെ ഫേസോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിന് പുറകിലായിട്ട് നമുക്ക് ആ ഒരു ചുറ്റുമുള്ള കാര്യങ്ങളും ആഡ് ചെയ്യാം, വളരെ ഓപ്പോസിറ്റി കുറച്ചിട്ട്. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഇമേജുകൾ ജസ്റ്റ് ക്ലിക്കുകൾ കൊണ്ടാണ്, അതായത് ജസ്റ്റ് ആ ബ്ലെൻഡിങ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ടാണ് ഈ 2
ട്രിക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ 2 എഡിറ്റിംഗ് ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മൊബൈൽ ഫോട്ടോ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ മൊബൈൽ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത്തരം കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ഫോളോ മീ ഓൺ Instagram. Bye.